എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി, എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രണയം ഇല്ലാത്തതാണ് എൻ്റെ പ്രണയം. ആനയാണ് ആണ്ടിയാണ് ഇപ്പോൾ എന്താണ് പറയാന്ന്. എന്തൊരു ഡ്രാമയാണ്. അവിടെ കിടന്ന് ഇങ്ങനെ കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, പറയുന്നു. അതിനൊരു കൂടെ നിന്ന് വർത്തമാനം പറയാൻ ഒരു LGBT കമ്മ്യൂണിറ്റി ആണോ അവള്, അതെന്താണെന്ന് നമുക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. റഷ്മിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നിട്ട്, അല്ല നിനക്ക് നീ വയ്യാണ്ടായി കഴിഞ്ഞാൽ അവൾ പെർഫോം ചെയ്യും, അവൾ വയ്യാണ്ടായി കഴിഞ്ഞാൽ നീ പെർഫോം ചെയ്യും, നീ വയ്യാണ്ടായി കഴിഞ്ഞാൽ അവൾ ചെയ്യില്ല, അവൾ വയ്യാണ്ടായി കഴിഞ്ഞാൽ നീ ചെയ്യും, എനിക്കത് കിട്ടണം, നീ വഴി പോയ വള്ളിയൊക്കെ നീ പിടിക്കല്ലേ ജാസ്മിനെ, നീ ചോദിച്ച് മേടിച്ച വള്ളിയാണ് ജാസ്മിനെ. ഇത് ഗബ്രിയുടെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ്, അതായത് ഒരു ബ്രേക്കപ്പാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ജാസ്മിൻ ആർമി വെളിയിലുള്ള മറ്റേ ഓർമീസ് ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ ജാസ്മിൻ വെറും ഒരു പാവം 23-കാരി കുട്ടി, പറ്റിക്കപ്പെട്ടവൾ. എടേ ഇവൾ പറ്റിക്കപ്പെട്ടവൾ, ഇവളെ പറ്റിച്ചു എന്ന് പറയാൻ ഇവൾക്ക് വെളിയിൽ ഇവൾ കമ്മിറ്റഡാന്ന് ഇവൾ തന്നെ പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ ഇവളെ അവൻ പറ്റിക്കുന്നത്? ഇത് രണ്ടുപേരും നമ്മളെ പറ്റിക്കുക. എന്ത് വക ജന്മങ്ങളൊക്കെയാണെന്ന് ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, അതായത് നമ്മളെ ഇങ്ങനെ മണ്ടനാക്കാനായിട്ട് നോക്കിയിട്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച ലാലേട്ടൻ വരും. എന്താ മോളെ, എന്താ ഗബ്രി, എന്താ പറ്റിയേ, അതാ മോളെ എന്തെങ്കിലും പിടിച്ച് വലിക്കുന്നുണ്ടോ, മോളുടെ ഗെയിം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് അയാൾ പോവും. ഇത് കണ്ടിട്ട് ഇവൾക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ വേണം പറയാൻ. അവൾ ജാസ്മിനെ മറ്റേ നോമിനേഷനിൽ ഇട്ടു എന്ന് കണ്ട ഉടനെ ഗബ്രി രശ്മിനെ ഇട്ടു. പിന്നെ ഈ മണ്ടനായിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ആ ഒരു ഗെയിം കളിപ്പിച്ചു. കുറേ ആൾക്കാരെ ആ നോമിനേഷനിലിട്ടു. അപ്പോൾ ജാസ്മിനെ നോട്ട് ചെയ്യാതെ പോകുള്ളൂ. ജാസ്മിൻ ആൾക്കാർ വോട്ട് കൊടുക്കുന്നവർ കൊടുക്കും, ഈ മറ്റുള്ള ആൾക്കാർക്ക് അത്ര വോട്ട് കിട്ടില്ല. രശ്മിൻ എന്താണേലും പുറത്ത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച. എന്താണേലും നോക്കാം. രശ്മിൻ നോറ നിന്ന് തള്ളുന്നുണ്ട്. ഒരു മറ്റേ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നോറ പറയുന്നത്, നോറയെ മൈക്കിൾ ജാക്സൺ വിളിച്ചാണ് മറ്റേ ഒരു ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. നോറ പറയുന്നതെന്ന് പറഞ്ഞാൽ നോറ ഭയങ്കര സംഭവമാണ്. നോറയ്ക്ക് ഒരു സിനിമ കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ ലീഡ് റോളാണ് കിട്ടിയത്. പക്ഷേ സിനിമയുടെ പേര് ഞാൻ പറയില്ല, കാരണം അത് സീക്രട്ടാണ്. പക്ഷേ ആ സിനിമ ഞാൻ ചെയ്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. പിന്നെ എന്ത് തേങ്ങ അമ്മയിരി പറയുന്നത്, എന്തൊക്കെ ആൾക്കാരാന്ന്. ആരാണ് ഈ കൊല്ലത്തെ ഈ ആൾക്കാരെ സെലക്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ഇതില്ലാത്ത ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് ഇത് കാണണമെന്ന് പറയുമ്പോഴേ, ഇത് കണ്ടിട്ട് ഇപ്പോൾ ഞാനൊക്കെ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം, ഇവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരു സാധാരണ ഒരു ഓഡിയൻസായിട്ട്, സാധാരണ ഒരാളായിട്ട് ഇരുന്ന് ഈ പരിപാടി കാണുകയെന്ന് പറയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിജോ വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഷെബിൻ ഒന്ന് കയറി വന്നതാണ്, ഉടനെ അവനെ പുറത്താക്കി. വേണ്ട, ഇവൻ ഇത്രയും വലിയ ആളായോ, അവൻ വന്ന ഒരാഴ്ചയിൽ ഭയങ്കര സംഭവങ്ങളാണല്ലോ, ഇവനെ ഒന്ന് തട്ടിക്കോ. ഒരു ചെറിയ കാര്യത്തിനാണേ അവനെ പിടിച്ച് ഇതാക്കിയത്. എന്ത് പറയാൻ, അവൻ തിരിച്ചു വരുമെന്ന് തോന്നുന്നു. ഇതാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ ജാസ്മിൻ ജാസ്മിൻ ഐ എം സിംഗിൾ റെഡി ടു മിംഗിൾ എന്നുള്ള സ്ഥിതിയിലെത്തിയെന്ന് തോന്നുന്നു. പക്ഷേ വെളിയിൽ കമ്മിറ്റഡാണ് കേട്ടോ, വെളിയിൽ കമ്മിറ്റഡാണ്. അയാൾ കാർക്കിച്ച് തുപ്പിയിട്ടൊക്കെ പോയിട്ടുണ്ട് വെളിയിൽ അവസൽ. എന്താണേലും അടുത്ത ദിവസങ്ങളിൽ കാണാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അവരാധിച്ച ഒരു സീസണാണ്.